അടുത്തത് ഇടുക്കി കോൺഗ്രസിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വമാണ്. അവസാന മണിക്കൂറിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് 3 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിലാണ് സീറ്റിനായി ചരടുവലി. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഈ ദേവികുളത്തും ഉടുമ്പൻചോലയിലും പീരുമേടും ഒക്കെ എപ്പോഴാണ് തീരുമാനമാവുക? റോഷിനി, ഇടുക്കിയിലാകെ 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 3ഇടത്ത് കോൺഗ്രസും 2ഇടത്ത് കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. 5 മണ്ഡലങ്ങളിലും ഇതുവരെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിലും റോഷിനി സൂചിപ്പിച്ച പോലെ തന്നെ ദേവികുളത്തും ഉടുമ്പൻചോലയിലും പീരുമേട്ടിലുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ പോകുന്നത്. ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 4 സ്ഥാനാർത്ഥികളെങ്കിലും, നിലവിൽ 4 പേരുടെ പേരെങ്കിലും ഓരോ മണ്ഡലത്തിൽ നിന്നും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവികുളത്താണെങ്കിൽ AK മണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും പുതുമുഖ നേതാക്കളും ഒക്കെ ഈ പട്ടികയിൽ വന്നിട്ടുണ്ട്. ഉടുമ്പൻചോലയിലും പീരുമേട്ടിലും സമാനമാണ് സാഹചര്യം. മുമ്പ് മത്സരിച്ച് തോറ്റ നേതാക്കൾ മുതൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കന്നി അംഗത്തിന് ഇറങ്ങാൻ പോകുന്ന ആളുകൾ വരെ ഈ മത്സരിക്കാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ വെല്ലുവിളി ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ജില്ലയിൽ ഒരു പേരിലേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഒന്നിച്ച് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ആ ഒപ്പം തന്നെയായിരിക്കും ഇടുക്കിയിലെ 3 മണ്ഡലങ്ങളിലെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയാൻ സാധിക്കുക. ഇതിനോടകം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. അതുകൂടാതെ CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ CPI-യുടെയും CPM-ന്റെയും സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അണികളിലും ഇത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മറ്റു പാർട്ടിക്കാരെല്ലാം സജീവമായി പ്രചാരണ രംഗത്ത് നിൽക്കുമ്പോഴും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് സാധാരണ ആയിട്ടുള്ള അണികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് വേണ്ടി ഓരോ നേതാക്കളും കാതോർത്ത് നിൽക്കുകയാണ്. താനായിരിക്കും എന്നാണ് ഓരോ നേതാക്കളും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ സംസ്ഥാന നേതൃത്വം തന്നെ അത് പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. റോഷ്നി, ഓക്കെ, അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെയുള്ള ഒരു സമ്മർദ്ദം അത് മാറ്റിവെച്ച് ഒറ്റപ്പേരുകളിലേക്ക് എത്തണം. പക്ഷേ എല്ലാവരും ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കരുതുമ്പോൾ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമോ? പിന്നീട് എന്തായിരിക്കും പാർട്ടി ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്.